ക്ഷമ അറിയാതെ നമുക്കൊന്ന് പുറത്തു പോവാൻ ഹാർട്ടിന്റെ ചിഹ്നം കണ്ടിട്ടോ. നീ അന്ന് വാങ്ങി തന്ന ഗിഫ്റ്റ് എന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ ആർക്കാ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തത്? ഞാൻ ആർക്ക് വാങ്ങി കൊടുക്കാനാ? ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സുഖം എന്നല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് ഐശുവിന് ക്ലാസ് ഇല്ല, അപ്പോൾ ഐശുവിൻ്റെ വിടാ. ഷെഫിക്ക് ഇന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധനമൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് ഞാനൊരു ഇൻട്രോ എടുക്കട്ടെ. ഷെഫി ഒന്നും എന്നോട് പറയുന്നുണ്ട്, പ്ലയറെ നീ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിക്കോ അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഓർമ്മയില്ല. കുക്കിംഗ് ആണെങ്കിലും വലിയതൊന്നും എനിക്ക് അറിയൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കോപ്പി അടിച്ച് ചെയ്യാല്ലാണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് എനിക്ക് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു ട്രെയിനിങ്ങും ആകുമല്ലോ. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഷെഫ് ഇങ്ങനെ ഉണ്ടായി വർത്താൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാനും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആ വാർഡ്രോബ് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഷെഫിക്ക് ഒരു പ്രാങ്കും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു പ്രാങ്ക് ചെയ്യണമെന്ന് ഞാൻ എത്രയോ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. എന്നോ ഒന്ന് മുബാസിനെയും കൂട്ടി ഒരു പെണ്ണ് കാണൽ, ആ ഒരു പ്രാങ്ക് മാത്രമേ എനിക്ക് എൻ്റെ അറിവിൽ അവന് കൊടുത്തിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പ്രാങ്കും കൂടി അതിൽ സെറ്റാക്കാം. ഫലിക്കോ ഒന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ റൂമൊക്കെ നല്ലോണം കുറച്ചൊക്കെ ഡ്രസ്സ് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടിരിക്കണേ. പിന്നെ അൽമാറിൻ്റെ കോലൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത്രയായി കെട്ടണം. ഈ ഭാഗമൊക്കെ ഞങ്ങളത് രണ്ടാളതും കൂടി കേട്ടോ. ഇതിൽ കുറച്ചൊക്കെ എൻ്റെ സാധനങ്ങൾ മുസല്ല ബാഗും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം ഷെഫിൻ്റെതാട്ടോ. കുറേ ഡ്രസ്സുണ്ട്, പക്ഷേങ്കിൽ എന്തെന്നാണെന്നറിയോ ഇടുക, പിന്നെ മുമ്പിൽ ഫസ്റ്റിൽ വെച്ചത് ഏതാണോ കാണുന്നത് അതും കൊണ്ട് എടുത്തിടുക ചെയ്യുക. അപ്പം ഞാൻ പറയും ഇങ്ങനെ മാറി മാറി ഇട്ടൂടെ, ബാക്കിലേക്ക് പോയിക്കൂടെ. നമുക്കിപ്പോൾ മടക്കി വെക്കുമ്പോൾ എന്തായാലും മോളും ഇങ്ങനെ വെക്കാനല്ലേ പറ്റും. എടുക്കുന്ന ആൾക്ക് ഞാൻ ഇട്ടത് ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അതൊന്നും ചെയ്യൂല ചങ്ങായി, അങ്ങനെ കുറ്റം പറയാം. അപ്പം നമുക്ക് ഏതായാലും വന്നിട്ട് ചായ കുടിച്ചില്ല, ചായ ഒക്കെ കൊടുത്തിട്ട് അൽമാറി വൃത്തിയാക്കുന്നത് കാണിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വിചാരിച്ച പ്രാങ്കും കാണിക്കുക കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് എൻ്റെ വാൾഡ്രോപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ഗൈസ്. അപ്പം എൻ്റെ വാൾഡ്രോപ്പിൽ വിലപിടിപ്പുള്ള പല വസ്തുക്കളും നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഡയമണ്ട് ഉണ്ട്, അത് പറയരുത് ഈ എല്ലാം കൂടിയ സാധനത്തിന് എന്തോന്ന് പറയാ, രത്ന വൈദൂര്യം എന്താ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് എന്റെ വാൾഡ്രോപ്പ് ക്ലീൻ ചെയ്യാന്നറിയാലോ, ഒന്ന് വൃത്തി സെറ്റ് ആക്കുക. അതെ അപ്പൊ ഏതായാലും സെറ്റ് ആക്കണം. അപ്പൊ ഏതായാലും അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച്. ആണുങ്ങൾക്ക് ഒരു പ്രചോദനം ഞാനൊരു പ്രചോദന പുരുഷനാണ്, അതല്ല ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് വാൾഡ്രോപ്പ് ഒക്കെ നമ്മൾ എങ്ങനെ ആയാലും ഒരു 2 വീക്ക് കൂടുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ എനിക്ക് അറിയില്ല, ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ട് വല്ലപ്പോഴും ക്ലീൻ ചെയ്താൽ. അതുപോലെ നമ്മളെ ബെഡ്ഷീറ്റ്, കെടുക്കുന്ന ബെഡ്ഷീറ്റ് ഒരു 2-3 ദിവസം കൂടുമ്പോൾ അലക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന പൊതുപ്പ് റെഡിയാക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പൊ നമ്മളെ വീടിന്റെ ഉൾഭാഗമൊക്കെ തൊടുക്കണ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പറയുന്നത് ഡെയിലി ചെയ്യുന്ന വീടുകളുണ്ട്. ഡെയിലി വീടിന്റെ നേരഭാഗമൊക്കെ തൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഡെയിലി ചെയ്യണമല്ല, ഒന്നരാടം ചെയ്താൽ മതി. മക്കളും അങ്ങനെയൊക്കെ എന്താ പറയുക, ചളിയൊക്കെ ആവുന്ന സ്ഥലത്ത് തന്നെ ഡെയിലി ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമ്മളെ പോലത്തെ ഒരു വീട്ടുകാർക്ക് ശരിക്കും ഒന്നരാടം ചെയ്താൽ മതി. വാൾഡ്രോപ്പിലുള്ള രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുക. ലൈറ്റ് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു കേസ്, അത് ഇപ്പൊ മിന്നിനു ഇതോ അതിന്റെ മുമ്പേ അതിന്റെ ഈ ചിത്രത്തിന്റെ മുന്നിൽ ലൈറ്റ് വരെ എന്താ സ്തംഭിച്ചു പോയി. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ വാൾഡ്രോപ്പ്. ഇത് എന്റെ മാത്രല്ല, ഇതിൽ വേറെ കുറെ കച്ചറ സാധനങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് ഇതിന്റെ ആ ഭംഗി പോയിപ്പോണ്ട്. അപ്പൊ ഏതായാലും ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാ എന്ന് വിചാരിച്ച്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നല്ല കേട്ടോ, ചിലപ്പോ 2-3 ഒക്കെ ഉണ്ടായിന്ന് വരും. യെസ് ഗൈസ്,
ഇതിന്റെ ചോട്ടില് രണ്ടുണ്ട്, ഇത് രണ്ടേ ഉള്ളൂ, ഒന്ന് രണ്ട്, ഇത് മൂന്നുണ്ട്. അപ്പൊ ഡ്രസ്സൊക്കെ എനിക്ക് കൊറേ ഉണ്ടല്ലേ ക്ഷമയെ? കൊറേ ഡ്രസ് ഉണ്ട്, അതാ ഞാൻ വിചാരിക്കുന്നേ. എന്നിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഒരു വൈറ്റ് ടീഷർട്ട് ഗ്രീൻ ഷർട്ടും അല്ലേ. ക്ലീൻ ചെയ്യല് വാർഡ്രോബ് ക്ലീൻ ചെയ്യല് മാത്രല്ല എന്റെ ഷർട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഷർട്ടുകളുണ്ട്, കളക്ഷൻസ് കാണിച്ചു തരാം. 2-3 അധികം ഉള്ളപ്പോ എനിക്ക് തോന്നിയെന്നാ കളക്ഷൻസ് ഒന്നേ ഉള്ളൂ കഴിച്ചിലായി. ഇതിന്റെ ഉള്ളിലൊക്കെ ഇതാ 3 എണ്ണം ഉണ്ട് കേട്ടോ. 1 2 3. എന്താണ് ഇതിന്റെ ഉള്ളിലൊക്കെ എറുമ്പ്, ഇതൊക്കെ നിങ്ങക്ക് അറിയൂലുള്ളത്. ഉറുമ്പുണ്ട് ഇതിന്റെ ഉള്ളില്. ഉറുമ്പ് എന്താ അറിയോ? ഉറുമ്പ് എന്താ വരാൻ കാരണം എന്താ അറിയോ? ആശു ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് ആശുവിനെ പറയുന്നേ. പിന്നെ ആശു കൊണ്ടുവന്നിട്ടാ പിന്നെ ആരാ പറയണ്ടേ? എന്നാ എന്നാ പറയാ, ഷെമി ഓരോ സാധനങ്ങൾ വൃത്തിയില്ലേ, ഷെമിന്റെ വൃത്തിക്കുറവ് കൊണ്ട് അതല്ല കേട്ടോ. ആവശ്യം എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിങ്ങാണ്ട് എന്തെങ്കിലും കഴിച്ചിങ്ങാണ്ട് കുറച്ചും കൊണ്ട് സംഭവം ആവശ്യമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വയറിങ്ങിന്റെ ഉള്ളിൽ ഉറുമ്പ് എന്തോ കൊണ്ടിട്ടിട്ട് ചെറിയ ഹോളുകളാക്കി ഇങ്ങനെ പോവുക. ഇവിടെ ഇപ്പം വേണ്ടിയ വയറിങ് ഒക്കെ അയച്ചിട്ടോ അതിനുള്ളിലേക്കുള്ള എന്തോ സ്പ്രേയോ മരുന്നോ ചെയ്യാം. ഇതിന് ഇവൻ എന്താ എല്ലാരും എന്നെ പറയൂ അല്ലെ ആവശ്യം, എന്നാ ഓനൊന്നും കുറ്റം പറയാ. ഞാൻ അന്നെ കൂടെ പറഞ്ഞ ഇവർക്ക് ഞാൻ 4 നേരം തിന്നാൻ കൊടുക്കുന്ന എന്റെ ഒരു തെറ്റാണ്. അപ്പൊ കാരണം ഇത് ഇവിടെ നന്നാക്കണ്ട, ഇവിടെ നന്നാക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഒന്നും ഇവര് കാണിക്കുന്നില്ല. ഇതിന്റെ ഉള്ളിൽ എന്തേത്തൊക്കെ പാമ്പൊന്നും ഇല്ലായിരിക്കില്ലേ? പാമ്പുണ്ടാ അങ്ങനെ അധികം അതിലുള്ളത് കാണിക്കാൻ അതങ്ങനെ കാണിക്കാൻ പറ്റിയ ചെറിയ ഐറ്റംസാ. അതെ അതെ, ചെറിയ ചെറിയ ഐറ്റംസുകൾ. അപ്പൊ വലിയ വലിയ ഐറ്റംസുകൾ ഇനി ചെറിയ ഐറ്റംസോ? ചെറിയ ഐറ്റംസ് ഒട്ട വെക്കൂലോ ഞാൻ. ചെറിയ ഐറ്റംസും നമ്മള് എന്തായാലും ഒരു മന്ത്ലി തന്നെ മാറ്റലുണ്ട് അല്ലേ ചെറിയ ഐറ്റംസ്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഈ ഒരാൾക്ക് മാത്രം ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഒരു വീട്ടില് അവിടെ ഇനിയുണ്ട്. ഇത് അവിടെ ടീഷർട്ട് മാത്രം ഞാൻ വെക്കല്. അല്ല ഇതൊക്കെ എടുക്കണോ? ഉണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ വൃത്തിയിലാണോ ഉള്ളത്? വീഡിയോയിലൊന്ന് കാണിച്ചു ക്ലീൻ ചെയ്യാന്ന്. എടുക്കണോ? ഇതൊക്കെ എന്റെ ജേഴ്സികളാണ്. ഞാൻ ഫുട്ബോൾ ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ച ജേഴ്സികൾ എന്നെ ഒരു സെക്ഷനിലാക്കി. നമുക്ക് ഒരു ദിവസം ഫുട്ബോൾ കളിക്കാൻ പോകണം കേട്ടോ. കുറെ ജേഴ്സി ഉണ്ട് ഇവിടെ. ജേഴ്സി കാണുമ്പോ ഒന്ന് ജേഴ്സി ഒക്കെ ഒന്ന് ഉപയോഗിക്കണ്ടേ? എത്ര കാലം ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട്. വെള്ളത്തുണി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടക്ക് ഞാൻ തന്നെ കാണട്ടെ. ഞാൻ തന്നെ ആദ്യമായിട്ട് എന്റെ സാധനങ്ങളൊക്കെ കാണുന്നത്. ഇത് ബാക്കോട് വെച്ച് എനിക്ക് എങ്ങനെ ക്ഷമയതൊക്കെ കാണാനുണ്ടാകും. പിന്നെ ഞാൻ എല്ലാം മുമ്പ് തന്നെ ഫ്രെയിം ചെയ്ത് ഫ്രണ്ടോട്ട് ഇത് പിടിക്കി എന്തോ ഇതൊക്കെ ഞാൻ ആർക്കും എടുത്ത് കൊടുത്താളൂ പടുത്ത്. ഇതാ ഇതിന്റെ ചോട്ടിലെടുക്ക് എന്നെ എടുക്കണം. എന്താ അതൊക്കെ ആടെ നിന്നോട്ടെ ക്ഷമയെ. പിന്നെ എങ്ങനെ അത് ക്ലീൻ ചെയ്ത് കാണിച്ചു കൊടുക്കല്? എന്നെ കൊണ്ട് ആണല്ലോ, എന്നെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിക്കല്ലേ. എന്നാ പിടി. ഓ ഭയങ്കര പണിയാണല്ലോ. അതല്ല, ഒരു വീട്ടില് ഏട്ടനോ അനിയനോ അങ്ങനെ നമ്മൾ എന്താ പറയാ കുറെ ആണുങ്ങൾ അടങ്ങിയ ഒരു വീടാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇടാൻ നല്ല സുഖ. ഏട്ടൻ അനിയന്റെ ഇടാ, അനിയൻ ഏട്ടൻ കൊണ്ട് മാറ്റിടാം അല്ലേ? ഇപ്പൊ ആദ്യമൊന്നും എനിക്ക് എന്റെ അനിയന്റെ അല്ല ആദ്യമൊന്നേ എന്റെ അനിയന്റെ കാണലെന്നെല്ലാം തോന്നുന്നതിന് ഇത് കിട്ടിയ സമയത്ത് ഇത് എന്നെ എടുക്കും. ഒന്ന് കിട്ടിയ ഒന്ന് എന്നെ. ഇത് ബ്ലാക്ക് പാന്റ്, ആ ഒരു ബ്ലൂ ലൈനോ അതിന്റെ ബ്ലാക്ക് പാന്റ് എനിക്ക് 3-4 ഉണ്ട്. എനിക്ക് ബ്ലാക്ക് പാന്റ് ആണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ അടിയിൽ വെച്ചിട്ടില്ലേ? ഇതൊക്കെ തൂക്കി ഇതൊന്നും ഷെഫി എടുക്കണം. നിങ്ങൾ ആരോ കണ്ടിക്കണോ? ഇതൊക്കെ കിട്ടിയെന്ന് തന്നെ എന്റെ പരാതി തീർക്കാൻ ഞാൻ അപ്പൊ തന്നെ എടുത്തു വേണ്ട. അല്ലാണ്ട് എന്തൊക്കെ ചെയ്യാ? ഇതൊക്കെ ഇഷ്ടം. അത് ഉടുത്താൻ രസം ഉണ്ടാവുന്നുണ്ടെന്നാ ഉടുക്കൂല. ഇത് നമ്മള് മുബാസിന് സ്പോൺസർ കൊടുക്കണോ? കൊടുക്ക്, ഓനെങ്കിലും എടുത്തോട്ടെ. മുബാസ് ഞാൻ ഒറ്റ ഇട്ടിട്ടുണ്ട്. മനുഷ്യനും കൊടുക്കൂല. തെറ്റൂല സൈസ് എന്താ? എനിക്ക് എന്റെ അനിയന്റെ വരെ പറ്റുന്നില്ലേ? പിന്നെന്താ? പക്ഷെ എന്റെ ഓന്റെ ശരീരം 2 മോഡലാ. ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കണോ? അപ്പൊ ഞാനൊന്ന് തൊടിക്കിനെ എടുത്ത് വരാം. അപ്പൊ കേസൊക്കെ ഒന്ന് വൃത്തിയാക്കി തീർക്കട്ടെ. കേസ് അതാ നല്ലത്. ക്ഷമേ, ഉറുമ്പിനടിക്കുന്ന സ്പ്രേ അല്ലേ? അവിടെ ഒന്നും എടുത്തോ. അതാ നേരെ അപ്പുറത്തുണ്ടല്ലോ, ഞങ്ങൾ ക്യാമറ കാണുന്നുണ്ട്. താങ്ക് യു.
അപ്പൊ എങ്ങനെയാണ് അന്തരത്തിന് സിനിമയിലത്തോണം അങ്ങ് എടുത്തോ, ഞാൻ വെക്കലുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെയല്ലെങ്കിൽ ഞാൻ അല്ല ധൂളി ഒന്ന് അടിച്ചേക്കാം. ആരാണാവോ പണിയെടുക്കണേ നല്ല ഇട്ടെടുക്കും. എന്താ അവിടെ തന്നെ വെച്ചോ. അടക്ക എനിക്ക് പറ്റൂല. അതിൻ്റെ ഇന്ത്യ തരണ്ടല്ലോ, എനിക്ക് സ്മെല്ല് പറ്റാത്തതിന്. എന്താ തിരുവളവനാണോ മോൾ ഭാഗം ഫുള്ള് ക്ലീൻ ഒന്നുമില്ല. അവിടെ നിൽക്കുക, ഈ കമ്പി ഒന്ന് തുടക്കി. ഇവിടെ പറ്റില്ല. എനിക്കിങ്ങനെ ഇങ്ങനത്തെ വിഷത്തിന്റെ സ്മെല്ലോ സിഗരറ്റോ ഒന്നും പറ്റൂല. സിഗരറ്റ് ഒന്നും ആരും വലിക്കരുത് കേട്ടോ. അതൊക്കെ ഭയങ്കര ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യമാണ്. ഞാൻ സിഗരറ്റിന്റെ കാര്യം കൂടുതലും എൻ്റെ അടുത്തും പറയാറുണ്ട്. സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും സിഗരറ്റിനോട് ഇഷ്ടം കൊണ്ട് വലിക്കുന്നതല്ല, കമ്പനിക്കാരൊരു വൈബിനൊക്കെ വേണ്ടിയിട്ട് വലിക്കാൻ കൂടും. പിന്നെ അതെന്താ പറയുക, ഈ പുക പോണവർക്കൊരു വൈബായി മാറും. പിന്നെ ഇഷ്ടപ്പെടാണ്ട് അത് നിർത്തണം. ഏത് വലിക്കാരൻ്റെ ഉള്ളിലുണ്ടാകുക ഇതൊന്ന് നിർത്തണം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ആശു മാറി ഇങ്ങോട്ട് മാറി, ഇനി അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുക. മരുന്നടിച്ചിട്ടുണ്ട്, വാ മരിച്ചു പോകും. ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒന്ന് കമന്റ് ചെയ്തിട്ടോ. നിങ്ങളിപ്പോഴത്തെ ആഗ്രഹം സിഗരറ്റ് നിർത്തണം എന്നാണോ അല്ലെങ്കിൽ ഇതിപ്പോ നല്ല തുടരണം എന്നാണോ? ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ കിട്ടിയ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിക്കുന്ന എൻ്റെ കമ്പനിക്കാരോട് ഞാൻ ചോദിച്ചാൽ എന്നോട് പറയും അത് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കെങ്ങനെ ഇങ്ങനെ പറ്റാന്ന് നിർത്താനൊരു പണിയില്ല, അതാ നിർത്തി. അല്ലാണ്ട് ഇത് ചില ആൾക്കാർ വരും മെല്ലെ മെല്ലെ നിർത്താൻ പറ്റും. നമ്മൾ അത്ര വലിയ വലിയന്മാരൊന്നും ആയില്ല, മെല്ലെ മെല്ലെ നിർത്താനൊന്നും. നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി, പിന്നെ അതിലൊക്കെ ഒരു ഇതില്ല. അങ്ങനെ സിഗരറ്റ് വലി നമുക്ക് നിർത്താൻ പറ്റും ഗൈസ്. ഒടുവിൽ ഇതിന്റെ കയ്യിൽ തന്നെ വന്നു. അതെ അതെ, ഞാനിങ്ങനെ സ്പ്രേ അടിച്ചുതരാം. ആണോ? ഇല്ല, എനിക്ക് പറ്റില്ല സ്മെല്ല്. ഫാൻ അങ്ങോട്ടൂടി. എന്റെ മോനെ, പെണ്ണുങ്ങളെ സമ്മതിക്കണ്ടോ ഗൈസ്? ഇതൊക്കെ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇനി അടുത്ത ഭാഗം ഉണ്ട്. ഇനി അടുത്ത ഭാഗം ഇപ്പൊ അവിടെ നിക്കട്ടെ, നമുക്ക് നാളാക്കാം. ക്ഷമി, അടുത്ത ഭാഗം എടുത്തിട്ട് എനിക്ക് മറ്റേ ആ സ്പ്രേന്റെ സ്മെല്ല് പ്രശ്ന. ഞാൻ വേണ്ടേ, നീ ഇങ്ങോട്ട് എടുത്ത് വെച്ചോ. ഇതൊന്നും ഇങ്ങോട്ട് എണീക്ക്. ഞാൻ പറഞ്ഞുതരാൻ എനിക്ക് ഒരാള് വേണമെന്നൊന്നുമില്ല, ഇതെനിക്ക് തന്നെ അറിയാം. ഉള്ളിലൊക്കെ ഉണ്ട് നന്നാക്കാന്. എന്തൊക്കെ സാധനങ്ങളാണ്. മാസ്ക് കുറേ വാങ്ങിച്ചു. കൊറോണ ഇരുന്ന് എൽക്കും വരാണ്ടിരിക്കാൻ വേണ്ടി ഷെമി കുറേ മാസ്കൊക്കെ വാങ്ങിച്ചു. സോപ്പൊക്കെ കുളിക്കലുണ്ട്. പിന്നെ തൊപ്പി മഴ കൊള്ളാണ്ട് പോവാന്. പിന്നെ പൈസ ഇട്ടേക്കാൻ പൈസ ഉണ്ട്. പൈസ അല്ലാന്നേ ഉള്ളൂ. വീണ്ടും പൈസനിവിടെ ഒരു കുറവില്ല. പൈസ മാത്രം മതി. വീണ്ടും പൈസ. ടി ഫാമിലിന്റെ പേഴ്സ് കേസ്. ടി ഫാമിലിന്റെ പേഴ്സ്. ടി ഫാമിലിന്റെ പേഴ്സ് തള്ളിടല്ല. ടി ഫാമിലിന്റെ ബാഗ് എന്തൊക്കെ ഉള്ളത് കേസ്. എന്റെ മോനെ, ഇനി പൈസ മാത്രം ഉണ്ടായാൽ അതിശയമേ അല്ലേ? സത്യം പറയും. നിങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ വീട്ടിലും കുറേ പൈസ ഇടാൻ പറ്റിയ ബാഗും ഇല്ലാത്ത പ്രശ്നമായി. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം കുറേ ബാഗും പൈസ ഇല്ല, അതിൽ കിട്ടാൻ. കൂളിംഗ് ഗ്ലാസ് കുറേ ഉണ്ട്. കാറിലും ഉണ്ട് 3-4 കാണാനായിട്ട് സ്വർണ്ണ കളർ വാച്ച് ബസ്സിനാ കൊടുത്തിട്ട് അവനോട് പോട്ടാൻ കൊണ്ട്. ഇത് പൊട്ടിയതാ ഷെമിയായി. എന്ത് എല്ലോ എല്ലാ സാധനവും അതിലത്തെ പൊട്ടിയതാണ് പറയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ എല്ലാം കണ്ടോടെ പൊട്ടിയതോ. ഇത് പൊട്ടിയത്, ഇത് പൊട്ടിയില്ലല്ലോ.
ആ ഇതൊക്കെ ഉണ്ട് അല്ലേ, വെറൈറ്റി കണ്ണടകളൊക്കെ ഉണ്ട് അല്ലേ ഷെമിയെ? സെറ്റ്. അതിനേക്കാണ് വെറൈറ്റി വേറെ ഒന്നുണ്ടോ? അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നതാ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്താല് ഞാൻ എന്റെ വയസ്സിന്റെ അടുത്ത് വെച്ചാ എന്താ വെച്ചാ അടുത്ത് ചെയ്യാൻ അയക്കണല്ലോ. കണ്ണ് കാണല്ലോ അല്ലെങ്കിൽ ഏത് വിറ്റായിരുന്നു എന്റെ കാക ഗൾഫിൽ പോണെന്ന്. പിന്നെ ചെറിയ കാക പറഞ്ഞ്, ചെറിയ ആങ്ങളെ പറഞ്ഞ് പോകുമ്പോ എനിക്ക് ഇതാട് വെച്ച് പോയിക്കെട്ടാക്കി വരുമ്പോ എനിക്ക് വെക്കാലോന്നോ എന്തോ ഉണ്ട് പറഞ്ഞു. ഇത് രസായില്ലേ? അത് വെക്കുമ്പല്ലോ അങ്ങനെ ഇത് തന്നെ വെച്ചാട്ടോ എല്ലാ വീഡിയോയിലും ഇവൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ട്. ഇതാ ഐശുവിന്റെ അതേ രസമുണ്ടല്ലോ. മീൻ വാങ്ങായിട്ട് ഞങ്ങൾ മീൻ കുളി കുടിക്കല. ഫിഷ് ഓയിലിന്റെ ഇത് നല്ലതാ, ഒമേഗ 3. കണ്ണിനൊരു കുഴപ്പമില്ല. കണ്ണിന് ഇത് ഐശുവിന്റെ കണ്ട അപ്പം ഞാൻ ചീത്തറിയും. ഓ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ്. ഞാൻ ആദ്യമൊക്കെ ഫാൻസി പോകുമ്പോൾ എന്തൊക്കെയോ വാങ്ങി വെച്ചേന് കേട്ടോ. ഇതൊന്നും ഞാൻ ഇടൂല. നിൽക്കി അതൊക്കെ കാണിച്ചെടുക്കാണ്ട് എൻ്റെ ലോക്കൽ സ്പ്രേ കാണിച്ചു. എന്തൊക്കെ സാധനങ്ങളാണ്. ഒരു മാലാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ ചെയ്യാം. ഇതൊക്കെ വാങ്ങി വെക്കിന്, കൈക്ക് പറ്റില്ല, മെലിഞ്ഞ കൈയായിട്ട്. എന്താ ഷെമി ഇങ്ങനെ മെലീന്? ആർക്കറിയാം. മീൻ ഗുളിക കുടിച്ചിട്ടേക്ക് നല്ല മെലിച്ചിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ മെലിയാ ഇങ്ങനെ 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 മെല്ലെ 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 ഇങ്ങനെ ഷർട്ടൊക്കെ പറ്റാണ്ടാവുക. എപ്പോഴും കളിയാക്കാൻ ചിരിച്ചു തരും എന്റെ വിചാരോ. നമ്മളെ പാസ്പോർട്ടൊക്കെ എന്താക്കി? നമ്മ പാസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. പാസ്പോർട്ട് കഴിഞ്ഞ ഇതില്ലേ ദുബായ് പോക്കിന്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ പാസ്പോർട്ട് ഒക്കെ എടുത്ത് വെച്ചാ പഴയ ഫോട്ടോസ് ഉണ്ട്. അത് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, പക്ഷെങ്കില് ഇപ്പൊ അത് കിട്ടില്ല. ഇത് അന്നത്തെ ആശുൻ സ്കൂളൊക്കെ വേണ്ടി എടുത്ത ഫോട്ടോ ആട്ടോ. മരുന്ന് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ മരുന്നൊക്കെ ഇതിനൊക്കെയാണ് ആൾമാർ ഉണ്ടാക്കല്. എന്താ വിചാരിച്ചേ? നമുക്ക് വേസ്റ്റിൽ എടുക്കടുക്ക് ഒഴിച്ചു കൊടുക്കാൻ. വേസ്റ്റില്ലേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാല് കൊടുക്കാനല്ലേ. അതിങ്ങൊക്കെ കിട്ടിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് ഒരു കിണർ പോലത്തെ ഒരു സംഭവം, ഷെഫിനായിട്ട് ബന്ധപ്പെടുക. സിമെന്റിന്റെ ഒരു സാധനം. ഓ എനിക്ക് ഇട്ടാലൊരു ബുക്ക് ഇല്ലല്ലോ മക്കളെ. കനറ ബാങ്കിലും ഒരു ബാങ്കിലും. ഓ എനിക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലേ. കാണിക്കല്ലേ പാസ്വേഡ് ഒക്കെ പാസ്വേഡ് എന്താക്കാനായാലും അക്കൗണ്ട് നമ്പർ എവിടെ കൊടുക്കുക. ഈ യുവാവിനെ എല്ലാവരും സഹായിക്കുക എന്നാണ് ഞാൻ. പൈസ ഇങ്ങനെ വന്നാൽ ക്ഷമയെ അങ്ങോട്ട് വാദ്യം തേത്താ നോക്ക്. എന്താ സാധനം? എന്താ എന്താ നോക്ക്. ആരോ അയച്ച ലെറ്റർ ആണല്ലോ എനിക്ക്. ലെറ്ററോ? എന്താ വായിച്ചു നോക്ക്. എൻ്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. അതെന്തേത്താന്ന് വായിച്ചു നോക്കുന്നത്. എന്തേത്താണെന്ന് നീ എന്നെ ഓർക്കാറുണ്ടോ? ഇതാരാഴ്ചതാ? അത് അശുവിൻ്റെ. ഇതാ ദീറ്റാൻ്റെ ഉള്ളിലൊക്കെ ആക്കിയാ. എന്താ അത്? ലെഗ് ഫോർ എവർ. നീ എന്നെ ഓർക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കാണലൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ചതാ അതിന് മതി ആൾമാരെന്നാക്കി. അതൊന്നും വായിക്ക്. ഇത് ഫുള്ള് വായിക്കി. ഇവിടെ ഇരിക്കുന്നത് എന്താ? നീ നീ കണ്ടിരുന്നു. ഇനിയും സമയം ഉണ്ട്. എൻ്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. നീ ഹാർട്ടിന്റെ ചിഹ്നം കണ്ടിട്ടോ? ഞാനൊന്ന് വായിക്കട്ടെ. ഇതൊക്കെ ഇതിലിങ്ങനെ കൊണ്ടുവച്ചിക്ക ഓർത്ത് കുത്തിരുന്ന് വായിക്കാൻ. എനിക്കറിയാണ്ടോ? എനിക്ക് പിന്നെ ഇതൊക്കെ ഷെഫി ഇവിടെ ഇങ്ങല്ലാണ്ട് വേറെ ആരാള് മോളെ അറിഞ്ഞൂടെ? ഞാൻ ഇപ്പൊ കാണുക. നീ എന്താ പറയുന്നത്? ഞാൻ ഇപ്പൊ കാണുക. ഇതിന്റെ ഉള്ളിൽ ഇതെത്തൂലല്ലോ എന്റെ കയ്യിലെത്താണ്ട്. പിന്നെ ഞാൻ എന്ത് കൊണ്ടുവെക്കുക? എനിക്ക് കത്തെഴുതി എൻ്റെ പേര് ഷെമീനാന്നാ, ഷെഫീക്ക് എന്നല്ല. അടക്ക് ഇനി അതിൽ കൂടണ്ടെങ്കിൽ എല്ലാത്തിനും കൂട്ടാ. അടക്ക് ഞാൻ ഫുള്ള് വായിക്കട്ടെ. സമയമുണ്ട് നമുക്ക് ഒന്നിക്കാൻ. നീ മനസ്സ് വെക്കുമെങ്കിൽ.
എന്താ അൽമാറിന്റെ മോന്ത കാണട്ടെ എന്തേതും പൊട്ടത്തിയെന്ന് ഇതെന്താ ശരിക്കും പറ ഇതാരാഴ്ചതാ നീ അന്ന് വാങ്ങി തന്ന ഗിഫ്റ്റ് എന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കെ ഗിഫ്റ്റ് കൊടുത്തേ? ഡാഡക്ക് ചിരി വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ചെയ്യണ്ടി ഞാൻ ഇപ്പൊ കാണുക. ഡാഡ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടായിശോ. അന്ന് വാങ്ങി തന്ന ഗിഫ്റ്റ് ഓൾപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടോ അല്ലേ? എവളാ അത് ചോയ്ക്ക്. ഞാനതെന്നാ ചോദിക്കുന്നേ? ആർക്ക്? എനിക്ക് അറിഞ്ഞൂടളിയാ. ഞാൻ അപ്പൊ കാണുകയല്ലേ എന്നോട് പറഞ്ഞിട്ട്. കണ്ണടക്കം അങ്ങോട്ട് ഊരക്ക് യഥാർത്ഥ മോന്ത കാണട്ടെ. ഏതായാലും മഷി തീർന്നു വയ്ക്കണല്ലോ. അതിൻ്റെ ഇടയിൽ പെൻസിലോണ്ടൊക്കെ എഴുതിയത്. വെട്ടിട്ട് എന്തേത്ത് അയക്കൂ. ഫോൺ നമ്പർ ഒറ്റ അയക്കൂ. ഗിഫ്റ്റ് എന്ന് ഞാൻ എഴുതിയത്. ക്ഷമി അറിയാതെ നമുക്കൊന്ന് പുറത്ത് പോവാൻ പറ്റും. പിന്നെ ഇനി എന്താ ക്ഷമി പറയുന്നേ? ഞാൻ അങ്ങനെ ലെറ്റർ ഉണ്ട്. ഞാൻ ഇതിൽ കൊണ്ടുപോയി വെക്കും. എനിക്ക് ആലോചിച്ചാറിനോടെ. എനിക്ക് ആലോചിച്ചാ അറിഞ്ഞൂടെ എന്നിട്ട് എന്നാ ചോദിക്കണേ? ആരാന്ന് കുട്ടിയോ ഇതിങ്ങനെ ലെറ്റർ ഇതെന്താ അവിടെ എത്തിയത്? ഇതെന്തോ ലെറ്റർ? ഞാൻ സത്യത്തിൽ ഞാൻ ഇപ്പഴാ കാണുന്നത്. ഇനി കാണാണ്ട് അഡ്രസ് ആയിട്ട് വിളിച്ചോക്കാം. അഡ്രസ് ഒക്കെ വെക്കാണല്ലോ. പിന്നെ ഞാൻ കൊറേ അറിയാണ്ട് പുറത്തടിച്ച് എല്ലുന്നാളി ഇട്ടാന്ന് വെച്ചാല് പോയോക്ക്. മിണ്ടാട് പോയിക്കേ. ദേഷ്യം പഠിപ്പിക്കല്ലേ. നിനക്ക് അന്ന് എന്നെ കല്യാണം കഴിച്ചാ പോരാ? മതിയായിരുന്നു. ആരാത് അറിയൂല രമ്യേ. എനിക്കിത് കോമഡി ആയിട്ടാ തോന്നുന്നത്. സീരിയസ് ആക്കി ഞാൻ ഇപ്പളാ കാണണേ. കൊണ്ടുവച്ചാണോ? പിന്നെ ഞാൻ എന്തോ കണ്ടില്ല. പിന്നെ ഞാൻ എന്തേലും ചെയ്യണ്ടേ പറഞ്ഞിട്ടാ? ഏതെങ്കിലും ലവ് ലെറ്റർ നീ ഒന്ന് പറഞ്ഞിട്ടാ? ഏതെങ്കിലും അതന്നെ എന്റെ പോലത്തെ വാശി തീർന്നാലും എഴുതല്ലോ. നിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം എനിക്ക്. ഇങ്ങി വാങ്ങുന്നേ എനിക്കാണ്ട. അത് നമ്പറോ ഫോണാട്ടോ അന്നെ കല്യാണം കഴിച്ചാ പോരായിരുന്നു. എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. ഒക്കെ ചങ്കടറി ഉണ്ടാവും. ഐ ലവ് യു ഷെഫി. ഐ ലവ് യു ടു. ഐ ലവ് യു ടു. തരും ഞാന്. ഇനി ചേർക്കാണ്ട് ഇത് ഇനി എഴുതി വെച്ചായിരിക്കും. ഞാൻ അറിയാണ്ട് എങ്ങനെ ഇവിടെ എങ്ങനെ വരും? ഞാൻ ഇപ്പളാ കാണുന്നത്. അല്ല ഇനി അതിന് വേറെ ഉളമ്പാറ സ്റ്റേറ്റ് ഉള്ളിലൊക്കെ ഇനി കൊണ്ടുവച്ചിക്കണ എന്റെ സാധനമുള്ള എല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തൊക്കെ അതിന്റെ ഉള്ളിൽ പലതും ഉണ്ടാവും. ഇനിയും അതിന്റെ ഉള്ളിലുണ്ട്. ഞാനൊന്നും നോക്കട്ടെ. അതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടോ? ഇവനിങ്ങനെ എന്തോ പിടിച്ച് കണ്ട വെച്ച് ഇറിച്ച് കഴിച്ചിലാകുക ചെയ്യല്. അതാണ് എനിക്ക് അധികം സീരിയസ് ആയിട്ടുള്ള. അല്ല എനിക്ക് ആളെ കിട്ടണം. അത് എനിക്കും കിട്ടണം. എന്നാല് പേരും കൂടി പറ. ഞാൻ എന്താ ചെയ്യണ്ടേ പറഞ്ഞുണ്ടാ? ഞാൻ ആർക്ക് വാങ്ങി കൊടുക്കാനാ? ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക. ഞാൻ അന്നെ തന്നെ പോറ്റാൻ പൈസ എന്നെ പോറ്റുന്നതിന്റെ മുന്നേത്താണെങ്കിലോ ഓക്ക് ഇപ്പോഴും പൊട്ടി മുളച്ചാണെങ്കിലോ? ആർക്കാ എനിക്കറിയോ? ക്ഷമിയേ. എന്ത് ക്ഷമിയേ? ഇനി എഴുത്. നോട്ട് ബുക്കിൽ എഴുത്. ഇതോണെന്ന് എഴുത്. കയ്യശ്ശേരി നോക്കട്ടെ. പെന്നാടാ ഇവിടെ പെണ്ണുണ്ടോ? ഇവിടെ പെന്നല്ലേ? പെൻസിൽ ഇതിന്റെ ചെറിയ പെൻസിലല്ലേ? ഇവിടെ പെണ്ണൊന്നും എടുക്കല്ലേ. പെണ്ണൊക്കെ തീർന്നിക്കണം. ഇത് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനല്ല. അല്ല ഞാൻ എഴുതിയതോ ബുക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനല്ല. ഇനി വലിയ പറയുന്നത് തൻ്റെ വേറെ. ഇതിന്റെ കയ്യിൽ തരൂല. ഇങ്ങനെ എന്ത് പിടിച്ചാലും സോപ്പ് ഇട്ടായിട്ട് വാങ്ങും. പിന്നെ എനിക്ക് തരലില്ല. പലതും പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതില് പറയാൻ പറ്റുമോ? പറഞ്ഞേക്ക്. ഇത്രയും പറഞ്ഞില്ലേ? പറയില്ല. വെല്ലുവിളിക്കൊക്കെ ഞാൻ എഴുതിയോ ഇതും വ്യത്യാസം നോക്കി. ഇങ്ങോട്ട് വരി കാണിച്ചു തരാം. ഇതും വ്യത്യാസമല്ലേ? വലിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പാല് ഇതൊക്കെ ഞാൻ എന്നോ എഴുതിയതാ. ഇതും വ്യത്യാസമല്ലേ? ഇതാരും എഴുതിയാ? കടികൾ ഉള്ളിന്റെ വള്ളിയൊക്കെ നോക്ക്. ഉള്ളിയൊക്കെ അതൊക്കെ ഭയങ്കര വള്ളിക്കാരത്തിയാണ്. ഏതായാലും കുണ്ടാ. ഞാൻ കാര്യം പറയട്ടെ. ഇത് ഒന്നേ ഇനി ഇവിടെ കൊണ്ടുപോയി വെച്ചതാ. ഞാൻ കൊണ്ടൊക്കെ അതല്ലെങ്കിൽ ഇതിന്റെ ഒരു അറിയോ ഇല്ല. കാരണം നീ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ആരെങ്കിലും ഫോണിൽ കൂടി മെസ്സേജ് അയക്കുകയല്ലേ ചെയ്യാം. ആരെങ്കിലും ഇങ്ങനെ ലെറ്റർ എഴുതിയാൽ അത് ഞാൻ ഇപ്പൊ ഒരേ കൊണ്ടുപോയി വെക്കുവോ? അതൊന്നും പറഞ്ഞിട്ട് ഞാൻ കളിക്കൂല ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ കളിക്കൂല. ഞാൻ കുറച്ച് പേരുകൾ ചോദിക്കാറുണ്ട്. പേരോ? പേരുണ്ട്. ഞാൻ കാണിച്ചു തരൂല.
പറയ് എന്തേതാ ഇനി അറിയുന്ന ആൾക്കാർ ഇനി ഏകദേശം ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ള ആൾക്കാരുടെ പേരൊക്കെ ഒന്നും കൂടി പറയും. ഗിഫ്റ്റ് കൊടുത്ത ഓലൊന്നും ഇപ്പൊ ഇങ്ങനെ കത്ത് ചെയ്തോലല്ല, ഒക്കെ മെസ്സേജുകാരാ. അതിന് എനിക്ക് ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ശരിക്കും ഒരു മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ എനിക്ക് റീപ്ലൈ തന്നില്ല എന്നാണ്. ഇനി എന്താ റീപ്ലൈ? ഓളെ പേരെന്താ ഇങ്ങനെ അറിയണേ? റീപ്ലൈ കൊടുക്കട്ടെ. അല്ല റീപ്ലൈ കിട്ടായിട്ടാണല്ലോ ഇപ്പൊ എന്നോട് മെസ്സേജ് അയച്ചേ. ഇത് സത്യത്തിൽ കോമഡി ആയിട്ടാ ഉണ്ടായി. അല്ലേ എനിക്ക് കോമഡി ആയിട്ടാ ഉണ്ടായി. അല്ലെങ്കിൽ ഇവന്റെ എല്ലാ കോമഡിക്കും ചിരിച്ചു കൊടുക്കുകയാണല്ലോ എന്റെ പണി. ക്ഷമയായി എന്റെ വാർഡ്രോപ്പിൽ എങ്ങനെ അങ്ങനെ വരിക? അതന്നെ ചെറുപ്പിക്കാൻ നിക്കണ്ട. എന്റെ വാർഡ്രോപ്പ് ക്ലീൻ ചെയ്യലേ ഡൗട്ട് ഉണ്ട്. ഇതന്നെ അയക്കുന്നു. അല്ലാണ്ട് ഈ പൊട്ടത്തേക്ക് ഞാൻ പോലും അറിയാം. എന്റെ വാർഡ്രോപ്പിൽ ഞാൻ അറിയാത്ത ലെറ്റർ എങ്ങനെ, ഞാൻ അങ്ങനത്തെ ലെറ്റർ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ആരെ ലെറ്റർ ചെയ്തല്? പിന്നെ മോഡൽ വന്നിക്കണേ അത് നിങ്ങളെ സ്കൂൾ ഗ്രൂപ്പിലുള്ള മോഡൽ ആയിരിക്കും. ഞങ്ങളെ അങ്ങനല്ല, ഞങ്ങൾ ഫുള്ള് ചാറ്റിങ്ങാ. അവൻ വൺ ടൈമാ. ഇല്ല ഉണ്ടെന്നല്ല, ഞങ്ങള് അപ്ഡേഷനെ കുറിച്ച് ഒന്നെങ്കിലേ വെൽപ്പോലൊക്കെ പിടിക്കാൻ കഴിയും. ഇങ്ങനെ പിടിച്ചിട്ട് ബന്ധേതാ ക്ഷമയായി. ഇത് ഞാൻ എന്തായാലും ലെറ്റർ പരിപാടി ഒന്നും ചെയ്യൂല. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, എനിക്കിപ്പോ എന്താ നോക്കണേ എന്റെ ഹെൽപ്പറാ. അപ്പോ പിന്നെ എന്തായാലും ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് നോക്കി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ എന്തായാലും ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കല്യാണം കഴിച്ച് നല്ലല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ ഒളിച്ചോട്ട് അങ്ങനെ കയ്യിൽ എഴുതിക്കണല്ലോ, ഇനി അതിൽ എഴുതിക്കണല്ലോ, ഞാൻ അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ടോലോ എഴുതിക്കണില്ല. ഞാൻ അങ്ങനെ ചെയ്യൂല. ചിലപ്പോ കമ്പനിയും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും, അതിലപ്പുറം കല്യാണം കഴിക്കുക. എനിക്ക് പരിചയപ്പെടുത്താത്ത എന്ത് എന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കും ഫ്രണ്ട്സ് ആയിരിക്കും. ആദ്യം ഒരു ലെവല് വേണം. അതന്നെ എനിക്ക് ആ ഒറിജിനൽ ആ ലെവലില്ല എന്നുള്ളത് ഇല്ല. അതങ്ങനല്ല. ആയിഷോ ചോദിക്കി. ആയിഷോ ഇല്ല ഇങ്ങോട്ട് ചെമ്മി, ഞാൻ അങ്ങനെ ചെയ്യൂല. എനിക്ക് മതി നോക്കിയാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സ് പറഞ്ഞാലിപ്പോ എന്തായാലും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഞാൻ അറിയാത്ത ഫ്രണ്ട്സും ആണോല്ല. അതെ നിങ്ങൾ കേട്ടി പോയിക്കോളി. ഇവിടെ അറിഞ്ഞാ പിന്നെ ഫ്രണ്ട്ഷിപ്പ് അടുക്കേയില്ല. അതങ്ങനെ ഒറിജിനൽ തന്നെ, അങ്ങനെ കൊഞ്ചിക്കാനൊന്നല്ല. ഇതാരാ ഞാൻ പറയൂല. ഇനി ഒരു പരിപാടി എടുത്തേക്കപ്പോ അല്ലേ പൊട്ടത്തി ആരെങ്കിലും ഇപ്പോഴത്തെ കാര്യം ലെറ്റർ എഴുതി കൊണ്ടുവന്നിക്ക. അതല്ല പിന്നെ ഞാൻ എടുക്ക്, ഇനിയിപ്പോ ആരോ ലെറ്റർ തന്നാ വെച്ചോയോ? ഇല്ല ലെറ്റർ ഞാൻ വാങ്ങിയില്ലല്ലോ. അയച്ചു എന്നാലേ സാധനം അതൊക്കെ ഇത് മൊത്തം പുറത്ത് കിട്ടില്ല. മൊത്തം എനിക്ക് ആരെങ്കിലും എന്താ ഒരു പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അതും ഒഴിവില്ല, അതും ഇവന്റെ കയ്യില. അത് ബാക്കിയുള്ള അയക്കുന്നവർ ആരോ ഉണ്ട് അറിഞ്ഞോട്ടെ. അയച്ചോളി. എന്താപ്പോ ഇനി ഞാനല്ലത് ഇങ്ങി ഇതൊന്ന് വീണീണെങ്കിൽ ഒരു കത്തൊക്കെ ആയിട്ട് രീതിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പഞ്ചം പ്രേമ ആരാ ഉണ്ടാല്? ഞാൻ ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. എഴുതിയോട് ഞാനും കൊറേ ചിരിച്ചത് വേണോ വെട്ടു. അതല്ല നിങ്ങൾ കത്ത നോക്ക്. കത്തേടാ അത് വെട്ട് എന്റെ എഴുത്തിങ്ങി പിടിക്കല്ലോ. കത്ത് അത് ചുരുട്ടിക്കാന് എന്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇതെന്താ ലവ് ചിഹ്ന? നീ എന്നെ ഓർക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇനിയും സമയമുണ്ട് നമുക്ക് ഒന്നിക്കാൻ. ഈ ഒന്നിക്കാന്നുള്ള സമയം എങ്ങനത്തെ പ്രേമൊന്നും ഞാൻ ചെയ്യൂല. നീ അന്ന് വാങ്ങി തന്ന ഗിഫ്റ്റ് ഞാൻ ഒരാൾക്ക് ഒരു സാധനം വാങ്ങി കൊടുക്കില്ല.
പല ഫുഡോ എന്തായാലും വാങ്ങി കൊടുക്കാന്നല്ലാണ്ട് ഗിഫ്റ്റ് ഒന്നും ഞാൻ വാങ്ങി തെളിവുള്ളൊന്നും എനിക്ക് ചെയ്യും. സൂക്ഷിച്ച് വെച്ചിട്ട് ആ ഗിഫ്റ്റ് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷമ അറിയാതെ നമുക്ക് ഒന്ന് പുറത്ത് പോവാൻ പറ്റുമോ? നിനക്ക് അന്ന് എന്നെ കല്യാണം കഴിച്ചാൽ അത് പെൻസിലിനോണ്ട് ആരങ്ങനെ ഇത് പൊട്ടത്തി ഒരു പരിപാടി എടുക്കുമ്പോ പെന്നോണ്ട് തന്നെ മാഷി തീർന്നു വിചാരിച്ചു പെൻസിൽ ചെയ്തട്ടെ. മൂഞ്ചിയ പരിപാടി പോയി. അപ്പൊ ഏതായാലും ഗൈസ് ഇൻഷാല്ലാ അങ്ങനത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നാളെ കാണാം. ലക്ഷ്മേ ഇതാ കൂളിംഗ് ഗ്ലാസ് ഇനിയുണ്ട്, ഇതാക്കണം, ഇതൊക്കെ ഇനി എടുത്ത് വെച്ചേക്കണല്ലേ? ഇല്ല ഏതൊക്കെ രസോ ഫോണ് കട്ട് ചെയ്യാൻ മതി രാവിലെ അതൊക്കെ എടുത്തേക്കാന്. കിഡ്സോ എന്താടോ അതല്ല, ഇവള് 2K കിഡ്സാ. ഇവള് 2K, അവൻ 90 എന്ന് പറഞ്ഞ എന്നെ അപമാനിക്ക. 90 ഒന്നല്ല ഇവള് 2Kന്റെ മനസ്സുകൊണ്ട് ഇവള് 2Kന്റെക്കാട്ടിനും പുതിയതാ. എന്താ പുതിയ 3Kയോ ഇനി വരാൻ പോണത്. മനസ്സുകൊണ്ട് ചെറുപ്പാ അല്ലേ? അത് പോണ്ടോ എടുത്തൊക്കെ തന്നൊക്കെ വെറുതെ ഒരു പണിയെടുത്ത് എന്നാ വാച്ചൊക്കെ ഇന്ന് എങ്ങോട്ട് എടുക്കണ്ട. ഇനി അപ്പൊ ഏതായാലും ഇൻഷാല്ലാ കൊറേ നേരായി പറയുന്നു.